AVT പ്രീമിയം വനിതാരത്നം 2 വീൽ റിഫ്ലക്ഷൻസ് റൗണ്ടിൽ അടുത്ത മത്സരാർത്ഥി സ്വാഗതം ചെയ്യുന്നു. സഫിയ ഓൺ ദ സ്റ്റേജ്. പെർഫോം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തിരക്കിട്ട് ഓടി വരികയായിരുന്നു അല്ലേ? അന്ന് കഴിഞ്ഞ ഇത് കഥാപാത്രമായിട്ട് മാറില്ല. ഞാൻ അതുകൊണ്ട് ചെളിക്കകത്തങ്ങ് അടിച്ച് വീണത്. അത്ര വൃത്തിയുള്ള സ്ത്രീ അല്ല, അതുകൊണ്ട്. സ്വഭാവത്തിലോ അതോ വസ്ത്രധാരണത്തിലോ? സ്വഭാവത്തില്. ജസ്റ്റോട് ചോദിച്ചു, എനിക്കൊന്നും ചോദിക്കാം. നമസ്കാരം സഫിയ. നമസ്കാരം. നന്നായിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിക്കും. എന്താ നന്നായി? കാരണം നമ്മളെല്ലാ കണ്ടസ്റ്റൻസിനോട് പറയാറുണ്ട്, നിങ്ങൾ പെർഫോം ചെയ്യുമ്പോൾ നിങ്ങൾ സുന്ദരികൾ തന്നെയാണ്, പക്ഷെ കഴിയുന്നതും കഥാപാത്രങ്ങളാകാൻ ശ്രമിക്കുകയെന്ന്. അപ്പോൾ അതിനുള്ള ആദ്യത്തെ അറ്റംപ്റ്റ്സ് ഒക്കെ ഞാൻ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കഥാപാത്രത്തിന് അനുയോജ്യമായ വേഷഭൂഷാദികളും മേക്കപ്പും ഒക്കെ ചെയ്യുന്നതിൽ താങ്ക് യു ഹവ് ടേക്കൺ കെയർ. വെരി ഗുഡ്. ഇവിടെ സ്റ്റേജിൽ ഏത് പ്രോഗ്രാം ചെയ്താലും നിങ്ങളെക്കാട്ടിലും ടെൻഷൻ അടിക്കുന്നത് ഞാനാണ് ഇവിടെ നിന്ന്. എന്താന്ന് പറഞ്ഞാൽ ഈ ജഡ്ജസിനെ കാട്ടിലും ആർട്ടിസ്റ്റിലാണ് അതിങ്ങനെ ഫീലിംഗ്, അയ്യോ ഇപ്പോൾ വിട്ടു വിട്ടിട്ട് പോവോ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം, അതിനു മുമ്പ് എൻ്റെ അടുത്തൊന്നും ചോദിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സഫിയ നമസ്കാരം. താങ്ക് യു. നമസ്കാരം. സഫയ്ക്ക് ആദ്യമേ എൻ്റെ ഒരു കൺഗ്രാലേഷൻസ്. താങ്ക് യു സർ. ആ ചോയ്സിനെയാണ് ഞാൻ കൺഗ്രാലേറ്റ് ചെയ്തത്. കാരണം ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ യുനോ ഇത്തരം ക്യാരക്ടേഴ്സിൽ പോകുമ്പോഴാണ് അതിൻ്റെ ഒരു മസാല നമുക്ക് കിട്ടുക. ഒരു ആക്ടർക്ക് ആക്ട് ചെയ്യാനുള്ളൊരു ഇളകിയാടാനുള്ളൊരു സന്ദർഭം കിട്ടുക അപ്പോഴാണ്. ഓൾ ദ ബെസ്റ്റ്. എനർജി നന്നായിട്ട്. എനർജി. ഓക്കെ. ചേച്ചി എന്തിനാ പറയാത്ത കാര്യം പറയണേ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ നീ പറഞ്ഞതിന്റെ പൊരുൾ എന്താടി? ഞങ്ങള് വില കെട്ടോരാ, ഞങ്ങൾ ഇച്ചിരി കുറഞ്ഞ ആൾക്കാരാ. നീ അങ്ങനെ കണ്ടാ മതിടി, ഞാൻ സമ്മതിച്ചു. നീ എന്തിനാടി പിന്നെ ഒരു പാണന്റെ കൂടെ ഓടിപ്പോയത്? അയ്യോ, നിന്റെ മൂത്ത മോളെ മോനെ കെട്ടിച്ചത്. എന്താടി മിണ്ടാ നോക്കി നിൽക്കുന്നത്? ഓ, എന്തേലും പറയുമ്പോഴേക്കും ഒരു പൂങ്കണ്ണീര്. അവളുടെ ഒരു അഭിനയം എന്റെ മുന്നില്. എടി, ഈ പറമ്പും പുരയുടെ നിന്റെ മക്കളുടെയും പേരിലായിരിക്കും, പക്ഷേങ്കിലുണ്ടല്ലോ എന്റെ മോൻ വെച്ചതാടി ഈ കെട്ടിടം. ഈ കെട്ടിടത്തിൽ താമസിക്കാൻ നിന്നേക്കാൾ അധികാരി എനിക്ക് തന്നെ അടി. എന്താ ജാനമേടത്തി, ഏത് നേരവും ഇവിടെ വഴക്കാണല്ലോ. വഴക്കൊന്നും അല്ല എന്റെ ദാമോരാ, എനിക്കൊന്നും മുറുക്കി തുപ്പാൻ പറ്റത്തില്ല, ഈ മുറ്റത്തിറങ്ങിയൊന്നും മുള്ളാൻ പറ്റത്തില്ല. എല്ലാം കുറ്റവാ. എനിക്കിതിന്റെ വല്ല കാര്യമുണ്ടോ? എന്റെ മോള് സരോജ ഇന്നലെയും വിളിച്ച അമ്മയെ ഇവിടെ വന്ന് നിൽക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു ഇതുങ്ങൾക്ക് ഒരു സഹായം ആകട്ടെ എന്ന് കരുതി ഞാൻ ഇവിടെ നിൽക്കുക. എന്നിട്ടോ ഇവിടെ മക്കളും കൂടെ എന്നോട് കാണിക്കുന്ന പോരുണ്ടല്ലോ, സഹിക്കത്തില്ല. ഇവിടെ ഉണ്ടല്ലോ ഒരുത്തി, ഒരു സുന്ദരി കോത, അവളെ കാന്താരി അവളെ ഇങ്ങോട്ട് അരച്ച് കലക്കി തന്നോണ്ടല്ല കുടിക്കും ഞാൻ. പൊന്നോള് നേരത്തെ ഇങ്ങ് വന്നോ? അമ്മ എന്തിനാ കരഞ്ഞേ? ഞാൻ കരഞ്ഞില്ലല്ലോ. സത്യം പറ അമ്മേ, അവരമ്മേ ചീത്ത പറഞ്ഞോ? ഏയ്, എന്നെ ചീത്തയൊന്നും പറഞ്ഞില്ല. അവരെന്താ അവിടെ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്? എന്താ എന്റെ അമ്മോട് പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. പറയണ്ടേ എന്റെ അമ്മ? പൊന്നുമോനെ, എനിക്കാരില്ലാന്ന് തോന്നല്ലോ. കുറച്ച് വിഷം മേടിച്ചു തന്നെ എന്നെ നീ കൊല്ലടാ. നാട്ടുകാരെ എന്റെ അമ്മയെ ചീത്ത പറഞ്ഞാൽ പല്ലടിച്ച് തെറിപ്പിക്കുന്ന ഞാൻ പറഞ്ഞു. പറയാൻ മാത്രമേ ചെയ്യും, ചിലപ്പോ തലയും തല്ലി പൊളിക്കും. കണ്ടോടാ, അമ്മ പ്രിയക്കുട്ടി ഒരു തമാശ പറഞ്ഞല്ലേ? എന്റെ തലയിൽ പൊളിക്കുന്നതാണോടാ തമാശ? അവൾ ഇനി എന്നെ കൊന്നാലും നീ പറയും നീ കണ്ണടയ്ക്കാം, അവിടെ കിടക്കണമെന്നല്ലേ നിന്റെ ആശ. ഒരു പോയിന്റെങ്കിലും നീ എനിക്ക് കൊണ്ടുപോകാനാണ് എനിക്കറിയാം. എന്റെ പൊന്നുമോനല്ലേടാ താടാ. സന്തോഷമായിട്ടാ പൊന്നാർക്കൊട്ടെ പഞ്ചാര നീ ഒന്നുകൂടെ കിട്ടിയാലും എനിക്ക് സന്തോഷമാണ്. അവിടെ പോയിട്ടുണ്ട്, അത്താഴം കഴിഞ്ഞിട്ട് പോയി. ഓ, നിന്റെ അമ്മായിയമ്മയോട് പോയി ചോദിയിര്, അറിയത്തില്ലേ? പിയക്കുറ്റി. എന്റെ അമ്മായിയമ്മയോട് പോയി ചോദിരടാ.